ബെറ്റിൻ്റെ നിന്നുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പഞ്ചാബ് വണ്ടി സീരീസ് അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ഫാസിൽക്കയിലേക്കാണ്, ഫാസിൽക്കയുടെ നാട്ടിലേക്ക്. അപ്പോൾ നമ്മൾ രാവിലെ ബെറ്റിൻ്റെ വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ബെറ്റിൻ്റെ ഫാസിൽക്ക പാസഞ്ചറിനാണ് ഫാസിൽക്കയ്ക്ക് പോകുന്നത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ ബെറ്റിൻ്റെയിൽ ഞാൻ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഈ ലോക്ക് നിങ്ങൾ ആരും കണ്ടിട്ടിടാൻ വഴിയില്ല. പണ്ട് നമ്മളെ കേരളത്തിലൊക്കെ രാജധാനിക്കും പിന്നെ നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റിനും കേരള സമ്പർക്കത്തേക്ക് ഓടിക്കൊണ്ടുള്ള ലോക്കോയാണ്. ഇത് WDP3A എന്നൊരു ആൽക്കോ വിഭാഗത്തിൽപ്പെട്ട ഒരു ലോക്കോ ആണ്. അപ്പോൾ നമ്മൾ പോകുന്ന ഫാസിൽക്ക പാസഞ്ചർ ലോക്കോം ഇതാവാനാണ് ചാൻസ്. ഇത് നമ്മൾ പോകുന്ന വണ്ടി തന്നെയാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. നമ്മൾ പോകുന്ന വണ്ടി തന്നെയാണ്. ഞാൻ കരുതിയത് വേറെ വണ്ടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കോ. ഈ ലോക്കോനെ പറ്റി ഞാൻ കൂടുതൽ പറയാവേ. അപ്പോൾ ഈ നമ്മുടെ ഫാസിൽക്ക പോകുന്ന ഫാസിൽക്ക പാസഞ്ചറാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഈ ലോക്കോ എന്ന് വെച്ചാൽ WDP3A എന്ന ലോക്കോ ആണ്. ഇത് ശരിക്കും ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പഴയ ലോക്കോ ആണ്. നല്ല ഹൈ സ്പീഡ് ലോക്കോ ആണ്. 160 kmph വരെ ഈ ലോക്കോയ്ക്ക് എടുക്കാനുള്ള കഴിവുണ്ട്. സാധാരണ ആൽക്കോ ലോക്കോമോട്ടീവ് ക്ലാസ്സിന് ഇതേപോലെ ഒരു സൈഡിൽ മാത്രമേ അതിൻ്റെ ക്യാബിൻ കാണത്തുള്ളൂ. പക്ഷേ ഈ ലോക്കോയ്ക്ക് 2 സൈഡിലും ക്യാബിൻ ഉണ്ട്. അതായത് ഡ്യുവൽ ക്യാബ് ആൽക്കോ ലോക്കോമോട്ടീവ് ആണ് ഈ കാണുന്നത്, WDP3A എന്ന് പറഞ്ഞ ഈ ലോക്കോ. അപ്പോൾ ഇത് പണ്ടുമുള്ള ലോക്കോ ആണ്. ഗോൾഡൻ ലോക്ക് ഷെഡിനൊക്കെ ഈ ലോക്കോസ് ഉണ്ടായിരുന്നേ, പിന്നെ അവരതൊക്കെ വിഡ്രോ ചെയ്തു. ഇപ്പോൾ ആകെയുള്ളത് ഈ തുഗ്ലക്കാബാദ് ഷെഡിന് മാത്രമേ ഉള്ളൂ. ഈ തുഗ്ലക്കാബാദ് ഷെഡുകാർ ഡീസൽ ലോക്കോസ് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ഇവർക്കാണിപ്പോൾ ആ ലോക്കോസ് ഉള്ളത്. പഴയ ലോക്കോ ആണ് ഇത് കേട്ടോ. 155-37 എന്നാണ് ഈ ലോക്കോയുടെ നമ്പർ. അപ്പോൾ ഈ ലോക്കോയുടെ ശബ്ദവും ഹോണും ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ, പ്രത്യേകിച്ച് ഹോണ്. അപ്പോൾ നമ്മൾ പോകുന്ന ട്രെയിനാണിത്, ഫാസിൽക്ക പാസഞ്ചർ. ഈ ലോക്കോയ്ക്ക് ഒരു പേരുണ്ട് കേട്ടോ, പുഷ്പക് എന്ന് പറഞ്ഞ്. ഈ പുഷ്പകൻ എന്ന പേരുള്ള കുറേ ലോക്കോസ് ഉണ്ട് കേട്ടോ ഈ WDP3A. അപ്പോൾ ഇത് തുഗ്ലക്കാബാദിൻ്റെ ആണ്. പല കളർ സ്കീമിലുള്ള WDP3A ലോക്കോസും ഉണ്ട്. ഇന്ത്യൻ പതാകയുടെ ലിവറിയിലുള്ളതുകൊണ്ട്, സാധാരണ നോർമൽ ഗ്രേയും ബ്ലൂവും കൂടെ ചേർന്നതുകൊണ്ട്. ഇതിപ്പോൾ നമ്മൾ പോകുന്നത് ബ്ലൂവും റെഡും കൂടെ ചേർന്ന ഒരു കളറാണ്. ഈ ലോക്കോയുടെ മെയിൻ കുഴപ്പമെന്ന് പറയുന്നത് ഇതിനകത്ത് ഇരിക്കുന്ന ക്രൂവിന് ഭയങ്കരമായിട്ട് ചൂടെടുക്കും. കാരണം ഇത് പഴയ ലോക്കോ അല്ലേ. അപ്പോൾ ഇതിന് ഞങ്ങൾ റെയിൽ ഫാൻസ് വിളിക്കുന്നത് ഈ ലോക്കോനെ ടോസ്റ്റർ എന്നാണ്. കാരണം ടോസ്റ്റർ പോലെ പുഴുങ്ങി കിട്ടും ഇതിനകത്ത് കയറിയാൽ. ടോസ്റ്റർ എന്നാണ് ഞങ്ങൾ ഈ റെയിൽ ഫാൻസിന് ഈ ഒരു ലോക്കോനായിട്ട് നിക് നെയിം. നമ്മൾ ആ ഇന്ത്യൻ പതാകയുടെ ലിവറിയുള്ള WDP3A കാര്യം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അതിപ്പോഴേക്കും ഇങ്ങോട്ട് വന്നു. ഇത് കണ്ടോ, ഇത് അംബാല കണ്ടോൺമെന്റ് എന്ന ശ്രീഗംഗാനഗർ പോകുന്ന ഒരു ഇന്റർസിറ്റിയാണ്. അതിന്റെ ലോക്കോ ഇതേപോലെ WDP3A ആണ്, ഇന്ത്യൻ പതാകയുടെ ലിവറി ഉള്ളത്. നോക്കിയേ എന്തോ ഭംഗിയെന്ന് നോക്കിയാൽ കാണാൻ. ഇതിന്റെ ഹോൺ നിങ്ങൾ കേട്ടോ. ആ വണ്ടി ഇപ്പോൾ ഇവിടെ വിടാൻ പോവാ. കുച്ചു 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 കുച്ചു. ശബ്ദം കേട്ടേക്കളെ, തനി ആൽക്കോടെ സൗണ്ട് അല്ലേ, കുച്ചു 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 എന്നും പറഞ്ഞിട്ട്. ഓ കിടു. ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ, ഈ പഞ്ചാബിൽ മാത്രമേ ഉള്ളൂ ഈ ലോക്കോ, വേറെ എങ്ങും ഇല്ല. നേരത്തെ ഇന്ത്യ മൊത്തം ഓടിക്കൊണ്ടല്ലേ ലോക്കോയാ, ഇപ്പം എങ്ങും ഇല്ല ഇത്. ഇത് അംബാലേന്ന് ശ്രീഗംഗാനഗർ പോകുന്ന ഇന്റർസിറ്റി എക്സ്പ്രസ് ആണ് കേട്ടോ, അതിൻ്റെ ആണ് ആ ലോക്കോ. നമ്മുടെ വണ്ടി കിടക്കുന്നതിന് അപ്പുറത്തായിട്ട് ഒരു 4D കിടക്കുന്നത് കണ്ടോ, ഛത്രപതി ശിവജി മഹാരാജിൻ്റെ പേരിലുള്ള ഒരു 4D ആണ്. നോക്കി എന്താ ലുക്കാന്ന് നോക്കിയാൽ ആ ലോക്കോയ്ക്ക്, കൊള്ളാം അല്ലേ. എന്തൊക്കെ ടൈപ്പ് ലോക്കല്ലേ നമ്മളിവിടെ വന്നപ്പോൾ കാണുന്നത്. നമുക്ക് നമ്മുടെ വണ്ടിയിൽ പോയി കയറാം. വണ്ടി 9:40 വിടുന്നത്, ഇപ്പോൾ 9:15 സമയം. ഞാൻ ഇതിൽ ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കാനാണ് വിചാരിച്ചത്, പക്ഷേ ഇത് ലേഡീസ് കമ്പാർട്ട്മെൻ്റ് ആട്ടോ, കയറിയാൽ പണി കിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ തൊട്ട് പുറകിലത്തെ കോച്ചിലിരിക്കാം. ആ ശബ്ദവും ഹോണും കേട്ട് പോകണമെങ്കിൽ ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 മണിക്കൂർ യാത്ര ഉണ്ട് ഫാസിൽക്കയിലേക്ക്. നമ്മളിപ്പോൾ ഈ ഒരു യാത്ര, ഈ വണ്ടി എത്ര തവണ ഉണ്ടെന്ന് എനിക്കേനും അറിയത്തില്ല. അതുകൊണ്ട് പിന്നെ ആ വണ്ടി മറ്റേ ജമ്മു താവി ഗാന്ധി നഗർ ആ വണ്ടിയല്ല കേട്ടോ. ദൈവമേ, എത്ര തവണ ഈ വണ്ടി ഇപ്പോൾ കണ്ടതറിയോ. നമ്മൾ ഈ പോകുന്ന റൂട്ടിലാണ് ആ വണ്ടി സഞ്ചരിക്കുന്നത്, അതാണ് എപ്പോഴും കാണുന്നത്, വേറെ ഒന്നുമല്ല. ഇവിടെ ബട്ടിൻഡ ജംഗ്ഷനിലെ നെയിം ബോർഡിൽ കണ്ടോ, യഹാൻ സേ ദുരി അംബാല അബോഹർ ശ്രീഗംഗാനഗർ ജാക്കൽ ദില്ലി കൊട്കാപുര ഫാസിൽക്ക, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ ബട്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേഷനാണ്. ഈ പറഞ്ഞ സ്ഥലത്തേക്കെല്ലാം പോകണമെങ്കിൽ ഈ ബട്ടിൻ്റെ ഇറങ്ങിയാൽ മതി. ബട്ടിൻ്റെ എല്ലാ സ്ഥലത്തേക്കും വണ്ടിയുണ്ട്. കുറേ വണ്ടികൾ ഈ ഒരു സ്റ്റേഷനിൽ സ്റ്റോപ്പ് ചെയ്യും കേട്ടോ, ഇഷ്ടം പോലെ വണ്ടികൾ. ലോങ് ഡിസ്റ്റൻസും ഉണ്ട്, അല്ലാതെ ഇതുപോലെ പല ഇവിടെ നിന്ന് ഈ ഹരിയാനയിലെ പല ഭാഗത്തേക്കും ഇങ്ങനെ കുറേ ഭാഗത്തേക്ക് ഇവിടെ നിന്ന് ബട്ടിൻ്റെന്ന് വണ്ടിയുണ്ട്. രാവിലെ നമ്മൾ കഴിക്കാൻ വേണ്ടി ഇവിടുത്തെ ഇത് പൂരി വാങ്ങിച്ചു. വേറെ നിവർത്തിയൊന്നുമില്ല. രാവിലെ മറ്റേ സൗത്ത് ഇന്ത്യൻ കടയൊന്നും തുറന്നിട്ടില്ല, അതൊക്കെ തുറക്കാൻ മിക്കവാറും താമസിക്കും. കൊങ്കൺ റെയിൽവേ ഇലക്ട്രിഫൈ ആവുന്നതിന് മുമ്പായിട്ട് നമ്മുടെ രാജധാനിയൊക്കെ ഈ WDP3A ലോക്കോ വെച്ച വഡോദര വരെ പോയിക്കൊണ്ടിരുന്നത്. ഒരു പച്ച കളർ ലോക്കോ എനിക്ക് ഓർമ്മ നടത്തില്ല. നിങ്ങൾ പണ്ട് രാജധാനി കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. രാജധാനിക്ക് കേരള സമ്പർക്ക് അങ്ങനെ 2-3 വണ്ടികൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ WDP3A ഭയങ്കര ഫേമസ് ആയിരുന്നു രാജധാനിയുടെ കൂടെ. പിന്നെ ഈ
കല്യാൺ ചേട്ടന് WP3 കിട്ടിയപ്പോൾ അവർ മറ്റേ തേജസ് എക്സ്പ്രസ് ഉണ്ടല്ലോ, മടിക മുംബൈ തേജസ്, അതിന് അവർ ആ തേജസിൻ്റെ അതേ ലിവറി അടിച്ച് ആ WP3 ഇറക്കിയായിരുന്നു. പക്ഷേ ഈ കല്യാൺ ഷെഡുകാർ ഈ മെയിൻ്റനൻസിന് ഭയങ്കര മോശമായതുകൊണ്ട് അവരത് ഉപയോഗിച്ചില്ല, പിന്നെ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ആകെ ഇപ്പോൾ ഈ WP3 യൂസ് ചെയ്യുന്ന തുക്ലക്കാബാദ് ഷെഡുകാർ മാത്രമേ ഉള്ളൂ, അതും വളരെ വിരലെണ്ണാവുന്ന ലോക്കോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരാണ് ഇപ്പം ഇത് യൂസ് ചെയ്യുന്നത്. വളരെ കുറച്ചേ ഉള്ളൂ. കുറച്ചാൾ കഴിയുമ്പോഴേക്കും, കുറച്ച് മാസം കഴിയുമ്പോഴേക്കും ഇതൊന്നും കാണത്തില്ല, ഒക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്യും. കാരണം ഇത് ഭയങ്കര എണ്ണ പൊടിയാണ്, മെയിൻ്റനൻസ് ഭയങ്കര പണിയാണ്, ചൂടാണ് ക്രൂവിന്. അതുകൊണ്ടാണ് ടോസ്റ്ററിനാണ് പേര് വീണത്. അതൊക്കെയാണ് ഈ ലോക്കോയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ 160 kmph വരെ എടുക്കുന്ന ലോക്കോയാണ്. നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു ഈ വണ്ടി പട്ടൽകോട്ട് എക്സ്പ്രസ്. ഇത് ആ സ്ഥലത്തിൻ്റെ പേര് ശരിക്കും സിവനി എന്നാണേ. ചിവനി എന്നെന്താ ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന ഈ പട്ടൽകോട്ട് എക്സ്പ്രസ് ആണ് ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത്. നമുക്ക് സിഗ്നൽ ആയിട്ടില്ല, 9:40 ഇതിനായിട്ടും വണ്ടി വിട്ടിട്ടില്ല. എൻ്റെ ഹോൺ കേട്ടോ, ഒരുമാതിരി ആന ചിഹ്നം പിടിക്കുന്ന പോലത്തെ ഹോൺ. അതാ ഞാൻ പറഞ്ഞേ, അടിപൊളി. നമ്മൾ ഇന്നലെ കണ്ട ലോക്കോ പരേഡ് കണ്ടോ? അതിപ്പം അപ്പുറത്ത് കിടന്ന ലോക്കോ ഇപ്പോൾ ഇല്ല, ഇപ്പോൾ 2 ലോക്കോ ഉള്ളൂ. നമ്മളിപ്പോൾ ആക്ച്വലി പോകുന്നത് ശ്രീഗംഗാനഗർ ലൈനിലേക്കാണ്. ശ്രീഗംഗാനഗർ ലൈനിൽ കയറിയിട്ട് നമ്മൾ അബോഹർ എന്നൊരു സ്റ്റേഷനുണ്ട്, അവിടെ നിന്നാണ് നമ്മൾ റൈറ്റ് എടുത്ത് ഫാസിൽക്ക ഭാഗത്തേക്ക് പോകുന്നത്. ഇത് കണ്ടോ, ഒരു WDG 4G ലോക്കോ ഒരു കാബൂസിനെ മാത്രം ഷണ്ട് ചെയ്ത് കണ്ടോ. അയ്യോ, എന്തോ ശബ്ദമല്ല ഈ വണ്ടി ആക്സിലേറ്റ് ചെയ്യുമ്പോൾ ഒരു നാട് മൊത്തം കേൾക്കുക, അതുപോലത്തെ ശബ്ദമാണ്. ഇതിപ്പോൾ ആക്സിലേറ്റർ കൊടുക്കുന്നില്ല, അതാണ് ശബ്ദമില്ലാത്ത. ആക്സിലേഷൻ കൊടുക്കുമ്പോഴാണ് ഈ ശബ്ദം. എൻ്റെ ദൈവമേ, പുക തള്ളുന്നോണ്ട് എന്തോ പുകയാന്ന് നോക്ക് ദൈവമേ. അയ്യോ, കട്ട പോകാന്ന് വെച്ചാൽ കട്ട പോകാൻ നോക്കിയേ. ഷോ, ഇത് ഇത്തിരി 1.5 ആയിട്ട് കേട്ടോ ഈ ലോക്കോ. ഈ സാമാനം പുറത്ത് വിടുന്ന പുകയുണ്ടല്ലോ, ഇത് ഒരു രക്ഷയില്ല കേട്ടോ. എന്തോ പുകയാന്ന് നോക്കിയേ, കൈ കൊടുത്ത് അപ്പം പുക വരും. നമ്മളിപ്പോൾ ഏകദേശം 105 kmph പോകുന്നത്. അടിപൊളിയായിട്ട് ഈ സാധനം പിക്കപ്പ്, നല്ല പിക്കപ്പ് ആയിട്ട് ലോക്കോയ്ക്ക് വീട്ടിലും പിക്കപ്പ്. എന്ത് പെട്ടെന്ന് സ്പീഡ് എടുക്കുന്നത്. ഇത് ഏതോ സ്റ്റേഷനാട്ടോ, പ്ലാറ്റ്ഫോം അപ്പുറത്താണ്. ബമ്മാൻ ദിവാന എന്നാണ് ഈ ഒരു സ്റ്റേഷൻ്റെ പേര്. നമ്മുടെ പാസഞ്ചറിന് അബോഹർ ജംഗ്ഷനിൽ ലോക്കോ റിവേഴ്സിലുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു 20 മിനിറ്റ് കിടക്കും.
ഏതോ ഒരു വണ്ടിയാണ്, ഞാൻ നോക്കട്ടെ ഏത് വണ്ടിയാന്ന്. ബുല്ലുവാന എന്നൊരു സ്റ്റേഷനിലെത്തിയിട്ട് നമ്മൾ പുറപ്പെടുവാണേ. നേരത്തെ പോയ വണ്ടി ഏതാണെന്നറിയാം, അത് ശ്രീഗംഗാനഗർ ബട്ടിൻഡ പാസഞ്ചറാണ്. അത് ലേറ്റ് ആയിരുന്നു ആ വണ്ടി. നോർമലി ആ വണ്ടി ബട്ടിൻഡ എത്തിയിട്ടാണ് നമുക്ക് ക്ലിയറൻസ് കിട്ടാറുള്ളത്, പക്ഷേ ആ വണ്ടി ലേറ്റ് ആയിരുന്നു. അതിൻ്റെ ലോക്കോയും ഒരു കിടിലൻ തുക്ലക്കാബാദ് ഷെഡിന് ഒരു WDG4 ലോക്കോ ആയിരുന്നു കേട്ടോ. ആ പെയിൻ്റൊക്കെ കണ്ടില്ലായിരുന്നു, സോജില എന്ന് പറഞ്ഞ പേരൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഗിദ്ദർ ബഹാൻ എന്നൊരു സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു ഗുരുദ്വാര പണിതുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കൊന്ന് പഴയ ഗുരുദ്വാര എന്തോന്ന് അപ്പുറത്ത് കാണുന്നേ. ഒരു 5 കിലോമീറ്റർ അപ്പുറം വരെ ഇതിൻ്റെ ഹോൺ കേൾക്കാൻ പറ്റും. അമ്മാതിരി ഹോണാണ്, എന്തോ ഹോണാ അറിയോ. രണ്ടു ദിവസമായിട്ട് തണുപ്പിന് ചെറിയൊരു ശമനമുണ്ട്. നമ്മളിനി താഴോട്ട് വരുന്നതുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല. എന്നാലിപ്പോൾ വലിയ തണുപ്പൊന്നും ഇല്ല നേരത്തെ അത്രയും. എന്നാലും മഴക്കാറുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ഇന്ന് രാവിലെ വെളുപ്പിനെ മഴ പെയ്തായിരുന്നു ചെറുതായിട്ട്. ഫക്കർസർ എന്നൊരു പഴയൊരു ഹോൾട്ട് സ്റ്റേഷനിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആ സ്റ്റേഷനിലേക്കുള്ള ചെറിയൊരു വഴിയാണ് കണ്ടോ, ചെറിയൊരു വഴിയുണ്ടോ സ്റ്റേഷനിലേക്കുള്ള. എന്തുവല്ലേ, ഏതൊരു ഗ്രാമമാണ് തോന്നുന്നു ഫക്കർസർ. മലോട്ടൻ എന്നൊരു സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ മാലൗട്ട് എന്നാണ് വായിക്കുന്നത്, മലോട്ടൻ എന്നാണ് തോന്നുന്നു പറയുന്നത്. നമ്മൾ ഫാസിൽക്ക് എത്തുന്നത് 12:40-നാണ്. ഇവിടെ ബട്ടിൻ്റെ 116 കിലോമീറ്റർ ഉണ്ട്. 30 രൂപയാണ് ഈ ഒരു പാസഞ്ചറിന് പോകാൻ വേണ്ടി എനിക്കായത്.
ഈ സ്റ്റേഷൻ്റെ പേരുണ്ടോ, പക്കി. നമ്മുടെ മലയാളത്തിലെ പക്കി തരത്തില്ല, അതേപോലെ പക്കി. പക്കി സ്റ്റേഷൻ നമ്മൾ കണ്ട് പുറപ്പെടുകയാണേ. പക്കി, എന്തൊക്കെ വിചിത്രമായ പേരുകളല്ലേ. ഞാൻ ഇനി പേരിനെ കളിയാക്കിയിട്ടൊന്നും പറയരുത് കേട്ടോ. അങ്ങനെ ആരാണ്ടൊക്കെ പറഞ്ഞു പേരിനെ കളിയാക്കുന്നതൊക്കെ പറഞ്ഞു. കളിയാക്കിയില്ല, നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്തായാലും ഒരു കൗതുകം തോന്നുമല്ലോ. ബഹാവൽ ബാസീൻ എന്നൊരു സ്റ്റേഷൻ എത്തി. ഇവിടെ പ്ലാറ്റ്ഫോം പോലും ഇല്ല, കണ്ടോ. എന്തോ അല്ലേ, കയറാൻ ആൾക്കാരുണ്ട്, പ്ലാറ്റ്ഫോം പോലും ഇല്ല ഈ സ്റ്റേഷനിൽ, കണ്ടോ. ഷോ, ഇപ്പോൾ ഒരു ലൈൻ വന്ന് കൂടിച്ചേർന്നുണ്ടോ, ആ ലൈനിലേക്കാണ് നമുക്കിനി പോകേണ്ടത്, ടുവാർഡ്സ് ഫാസിൽക്ക. അപ്പോൾ ഇവിടെ വന്നിട്ട് ലോക്കോ റിവേഴ്സ് അടിച്ചിട്ട് നമ്മൾ ഈ ലൈനിൽ കൂടെ കയറി ഫാസിൽക്ക ഭാഗത്തേക്ക് പോകും. അപ്പോൾ ഇതാണ് അബോഹർ ജംഗ്ഷൻ കേട്ടോ. ഇതൊരു മെയിൻ ജംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഗംഗാനഗറിലേക്കുള്ള ലൈനും പിന്നെ ഫാസിൽക്കയിലൊക്കെ ലൈൻ തിരിയുന്ന ഒരു സ്ഥലമാണ്. രാജസ്ഥാൻ ഭാഗത്തേക്ക് പോകുന്ന ലൈനൊക്കെ തിരിയുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ നാളെ ഗംഗാനഗർ പോകുന്ന ഇവിടെ അബോഹർ എന്നാണ്. നമ്മൾ നാളെ രാവിലെ ഈ ബട്ടിൻ്റെ തന്നെ ശ്രീഗംഗാനഗറിലേക്ക് ഒരു പാസഞ്ചറിന് കയറും. അത് ഈ അബോഹറിന് തിരിഞ്ഞാണ് പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ലോക്കോ ഇവർ അഴിച്ചിട്ട് ഈ ട്രാക്കിൽ കൂടെ റിവേഴ്സ് അടിച്ച് ഇനി അപ്പുറത്ത് കൊണ്ട് മുന്നിൽ കൊണ്ട് പിടിപ്പിക്കുക. അങ്ങനെയാണ് ഇനി ഇവിടെ പരിപാടി. കാരണം ഗംഗാനഗർ ലൈൻ അങ്ങോട്ടല്ലേ പോകുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ലോക്കോ ഇനി ഇവിടെ നിന്ന് അഴിച്ച് മാറ്റാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാനിപ്പോഴത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന കാരണം അതിൻ്റെ ലോക്കോടെ പിക്ക് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന. അപ്പോൾ നമ്മളിന്ന് മെയിനായിട്ട് ഒരു റൗണ്ട് ട്രിപ്പാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ബട്ടിൻ്റെ ഇറങ്ങി അബോഹർ ഫാസിൽക്ക വഴി, ഫാസിൽക്കേന്ന് പിന്നെ നമ്മൾ ഫിറോസ്പൂർ പോകും, ജലാലാബാദ് എന്നൊരു സ്ഥലം വഴി. അപ്പോൾ ജലാലാബാദ് വഴി ഫിറോസ്പൂർ പോയിട്ട് അവിടെ നിന്ന് ഏലും വണ്ടി കയറി പിന്നെയും ബാക്ക് ടു ബട്ടിൻ്റെ ഒരു റൗണ്ട് ട്രിപ്പ് നമ്മൾ ചെയ്യുന്നത്. അവരാണ്ട് റിവേഴ്സ് അടിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. 11:30 ഇവിടെ നിന്ന് പുറപ്പെടേണ്ട. ഈ ഫാസിൽക്ക അബോഹറൊക്കെ പാകിസ്ഥാൻ ബോർഡറിലാണ് കേട്ടോ. വലിയ ദൂരമൊന്നുമില്ല ഇവിടെ നിന്ന്, ഒരു 20 താഴെ കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഫിറോസ്പൂർ വരെ ഏകദേശം പാകിസ്ഥാൻ ബോർഡറിന് അടുത്തൂടെ അതിന് യാത്ര ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ലോക്കോ ഒക്കെ തന്നെ അവർ പിടിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ ക്രൂ ഒക്കെ കയറി സെറ്റായിട്ട് വണ്ടി വിടും ഉടനെ. ഈ ലോക്കോയുടെ പേര് കണ്ടോ, പുഷ്പക്. പുഷ്പക വിമാനം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുപോലെ പുഷ്പക്. ഇതിൻ്റെ നമുക്ക് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ കയറാം കേട്ടോ. ഇവിടെ നിന്ന് ഇനി കുറച്ചേ ഉള്ളൂ, ഇനി ഒരു 1 മണിക്കൂറേ ഉള്ളൂ നമുക്കിവിടെ ഫാസിൽക്ക് എത്താൻ വേണ്ടി. ട്രെയിൻ ചിഹ്നം വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ട്രെയിൻ പുറപ്പെടുക. ഇപ്പോൾ ഏകദേശം ഒരു 11:36 സമയം. ചിഹ്നം വിളിച്ച് നമ്മൾ പോവാടുന്ന്. ഈ വണ്ടി ഇപ്പോൾ കാലി കേട്ടോ, വലിയ ആൾക്കാരൊന്നും ഇല്ല. എനിക്കൊന്ന് അബോഹർ വരെയാന്ന് തോന്നുന്നു ആൾക്കാരുള്ളത്. ഇവിടെ നിന്ന് ഫാസിൽക്ക് ആൾക്കാർ കുറവാന്ന് തോന്നുന്നു. ശബ്ദമാണെന്നൊക്കെ അയ്യോ അടിപൊളി. ഓ, ആ ഫോണും കൂടെ ആകുമ്പോൾ ഇങ്ങനെ ഗർജനം പോലെ ഗിർന്നും പറഞ്ഞോട്ടെ. ഈ WDP3A ലോക്കോടെ പുറകിൽ നിങ്ങൾ ആരെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇവിടം വരെ വന്ന ലൈനാണ് കാണുന്നത്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഡീവിയേഷൻ എടുത്ത് ഫാസിൽക്ക ലൈനിൽ കയറി.
84,559 എന്നാണ് കേട്ടോ നമ്മൾ ഈ പോകുന്ന പാസഞ്ചറിൻ്റെ നമ്പർ. ഈ പാസഞ്ചർ അവിടെ പോയിട്ട് വേഗം തിരിച്ചു വരും. ഒരു 10-20 മിനിറ്റിനുള്ളിൽ തിരിച്ചു വരും. ലോക്ക് കൊണ്ട് പുറകെ പിടിപ്പിച്ച് പിന്നെയും തിരിച്ചു വരും. നമ്മളിത് തിരിച്ചു പോകുന്നില്ല. നമ്മൾ നോക്കട്ടെ, ഇത് ഫിറോസ്പൂർ ആകാൻ വേണ്ടി 2 വണ്ടിയുണ്ട്. 12:55 ഡെമോ ഉണ്ട്. അപ്പോൾ ഇത് ഓൺ ടൈം എത്തിയ ഡെമോ കിട്ടും. അല്ലെങ്കിൽ പിന്നെ 2 മണിക്ക് എങ്ങാണ്ടേ ഉള്ളൂ ഒരു ഹനുമാൻഗഡ് ഫിറോസ്പൂർ എക്സ്പ്രസ്. ട്രെയിനിലും കയറി പോകാം നമുക്ക്. ബുർജ് മോഹർ എന്നൊരു ഹോൾട്ട് സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ എത്തിയത്. റെയിൽവേ സ്റ്റേഷൻ്റെ ഈ എൻട്രൻസ് കണ്ടോ, എന്ത് ചെറിയ റോഡാന്ന് നോക്കി. ചൂരിവാല തന്നെയാണ് എന്നൊരു സ്റ്റേഷനിൽ നമ്മളിപ്പോൾ എത്തി. ഓരോ ഗ്രാമത്തിലും ഓരോ കുഞ്ഞു കുഞ്ഞു സ്റ്റേഷനുണ്ട്. ആ സ്റ്റേഷന് ചുറ്റിനാണ് ഒരു കെട്ടിടം ഒന്നുമില്ല. ആ സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ. അറിയോ, നമ്മളിപ്പോൾ ഈ ഉള്ളതെല്ലാം അംബാല ഡിവിഷനാണ്. ഈ ഭട്ടിൻ്റെയും അബോഹറെല്ലാം അംബാല ഡിവിഷനാണ്. നമ്മൾ നേരത്തെ വന്നുകൊണ്ടിരുന്ന ഫിറോസ്പൂർ ഡിവിഷനായിരുന്നു. പക്ഷേ ഇത് നോർത്ത് ഇന്ത്യയിലൂടെ അംബാല ഡിവിഷനിലാണ്. ഈ ചൂരിവാല തന്നെ എത്തിയിട്ട് ഇതിലായിട്ടും വിട്ടിട്ടില്ലേ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആവാറായി. നമ്മൾ ഇന്നലെ ഫിറോസ്പൂർ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ല, അവിടെ ഒരു ഹുസൈനി വാല ബോർഡർ ഉണ്ട്. അവിടെ റിട്രീറ്റ് സെറിമണി ഒക്കെ നടക്കുന്നുണ്ടെന്ന്. ഇപ്പോൾ ഈ ഫാസിൽക്കയിലും ഉണ്ട് അങ്ങനെ. സാദിക്കി സുലൈമാൻകി ബോർഡർ എന്ന് പറഞ്ഞൊരു ബോർഡർ ഉണ്ട്. അപ്പോൾ അവിടെയും ചെറുതായിട്ടൊരു റിട്രീറ്റ് സെറിമണി ഒക്കെ ഉണ്ട് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് 2-3 ഇടത്തുണ്ട് അങ്ങനെ റിട്രീറ്റ് സെറിമണി, വാഗാ ബോർഡറിലെ പോലെ തന്നെ. നമ്മൾ പഞ്ചാബിൻ്റെ ഉൾഗ്രാമങ്ങളിൽ കൂടെ ഇടയിൽ പോകുന്നത് കേട്ടോ. ഇവിടെയൊക്കെ എന്തെങ്കിലും അത് പെട്ട് കിടന്നതായോ അങ്ങനെ സംഭവിക്കില്ലേ. വണ്ടിക്കകത്ത് ആരുമില്ല, പുറത്ത് ആരുമില്ല. ഇത് കണ്ടിട്ട് ക്യാബേജോ കോളിഫ്ലവറോ എന്തോന്ന് തോന്നുന്നു. ക്യാബേജാന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് പഞ്ചാബിൽ വന്നിട്ട് ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. കുറേ നാളായിട്ട് മറ്റേ നെൽപ്പാടങ്ങൾ ഗോതമ്പൊക്കെ കാണുന്നത്. ഇവിടെ ഈ പഞ്ചാബിലെ റെയിൽവേ ട്രാക്കൊക്കെ എല്ലാം നേരെ കിടക്കുന്ന ട്രാക്കാണ്. പക്ഷേ ഈ നമ്മളിപ്പോൾ കയറുന്ന ഒരു സ്റ്റേഷൻ അത് വളർന്നിരിക്കുന്ന ഒരു സ്റ്റേഷനാണ് കേട്ടോ. നമ്മൾ ഇത്രയും ദിവസം അങ്ങനെ ഒരു സ്റ്റേഷനോ അങ്ങനെ ഒന്നും കണ്ടില്ലായിരുന്നു. പുക ഉണ്ടോ, പുക എൻ്റെ മോനെ. ഈ സ്റ്റേഷൻ്റെ പേര് കുയിക്കേട എന്നാണ്. വിജനം എന്ന് വെച്ചാൽ ഭയങ്കര വിജനമാണ് കേട്ടോ. ഒന്നുമില്ല ഇവിടെ, ആൾ പോലും കയറാമല്ലോ കേട്ടോ. എൻ്റെ ദൈവമേ, എന്താ അല്ലേ. നോക്ക്, പുറത്ത് എനിക്ക് തോന്നുന്നു റെയിൽവേയുടെ ക്വാർട്ടേഴ്സോ എന്താന്ന് തോന്നുന്നു ആ കാണുന്നത്. വേറെ ഒരു വീടോ അങ്ങനെ ഒന്നും ഇല്ല. നമ്മൾ ഫാസിൽക്ക് എത്തുന്നതിന് മുമ്പുള്ള അവസാനത്തെ സ്റ്റോപ്പ് എത്തി. ജന്തുവാല കർത്ത എന്നാണ് ഈ ഒരു സ്റ്റേഷന് പേര്. ഇതും ഹോൾട്ട് സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു 10 മിനിറ്റ് മതിയായിരിക്കും. 12:33 നമ്മളങ്ങനെ ഫാസിൽക്കാൻ എന്ന ആ ഒരു സ്ഥലം എത്താറായി. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിന് അടുത്ത് കിടക്കുന്ന ഒരു ടൗണാണ് ഈ ഫാസിൽക്ക എന്ന് പറയുന്നത്. 12:45 ഇപ്പോൾ സമയം. ഫാസിൽക്കയിലേക്ക് കയറിക്കൊണ്ടിരിക്കുക.
ഇതൊരു ചെറിയൊരു എന്താ ടൗണാണ് കേട്ടോ, അത്ര വലിയ ടൗണൊന്നും അല്ല, ഈ ബട്ടിൻ്റെ പോലത്തെ ടൗണൊന്നും അല്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതെനിക്ക് തോന്നുന്നു ഗുഡ്സ് മെയിനായിട്ട് വരുന്ന ഒരു സ്റ്റേഷനാണ്. കുറേ ഗുഡ്സ് കിടപ്പുണ്ട് ഇവിടെ അവിടെയൊക്കെ ആയിട്ട്. ഇതേ കണ്ടോ, ഫാസിൽക്ക ജംഗ്ഷൻ, നമ്മുടെ ഫാസിലിക്കയുടെ നാട്. ശരിക്കും ഫാസിലിക്കയുടെ നാടാണ് കേട്ടോ. അതെന്താ അങ്ങനെ പേര് വന്നതിന് ഞാൻ പറയാം കേട്ടോ, ഇറങ്ങിയിട്ട് ഞാൻ പറയാവേ. ഈ വണ്ടി ഇപ്പം തന്നെ പോകും കേട്ടോ, 1:10 തിരിച്ചിനി ബട്ടണ്ടേക്ക് പോകുന്നത്. അതാ നമ്മൾ ഫാസിൽക്ക ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ആ ഡെമുവിനാണ് നമുക്കിനി ഫിറോസ്പൂർക്ക് പോകേണ്ടത്. അത് നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണുവേ. ഇതാണ് ഫാസിൽക്ക എന്ന ഒരു സ്റ്റേഷൻ കേട്ടോ. നോക്കിക്കേ, ഇതാണ് ഫാസിൽക്ക റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ ഈ ഫാസിൽക്കാറിൻ്റെ മെയിൻ പേര് വരാൻ കാര്യം, ഈ ഒരു സ്ഥലം പണ്ട് മിയാൻ ഫാസിൽ വത്തൂർ എന്നൊരു പുള്ളിയുടെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിന് ഫാസിൽക്കാർ എന്നൊരു പേര് വേണം കേട്ടോ. ഫാസിലിക്കയുടെ നാടാണ് ശരിക്കും ഇത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയാം. നമ്മളിനി അടുത്ത് കാണാൻ പോകുന്ന ഫാസിൽക്കാർ ഫിറോസ്പൂർ വഴി ബട്ടിൻഡയിലേക്കുള്ള യാത്രയാണ്. നമ്മുടെ പഞ്ചാബ് റെയിൽസിൻ്റെ പഞ്ചാബിലെ സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ദിവസം ആ യാത്ര വഴിയായിട്ട് കാണാം. ബൈ.